ഈ സംഭവത്തിന്റെ അനാസ്ഥയുടെ ആഴം എത്രയെന്ന് വ്യക്തമാക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. നമുക്ക് ആ ദൃശ്യങ്ങളൊന്ന് വിശകലനം ചെയ്ത് കൃത്യമായി ഒന്ന് പരിശോധിച്ചാൽ തന്നെ ഈ സംഘാടകർക്ക് വരുത്തിയ പിഴവിന്റെയും ആഴത്തിന്റെയും അനാസ്ഥയുടെയും ഒക്കെ ഒരു ചിത്രം വ്യക്തമാവും. നമ്മൾ ആ ദൃശ്യങ്ങൾ തുടങ്ങുന്നത് ഈ ഉമാ തോമസ് MLA മന്ത്രി പറഞ്ഞിരുന്നു നേരത്തെ ഈ വേദിയിലേക്ക് കയറിയത് പുറകുവശത്തൂടെയാണെന്നാണ്. എന്നാൽ ഉമാ തോമസ് MLA ഈ വേദിയിലേക്ക് എത്തുന്നത് വേദിയുടെ ഇടത് വശം ചേർന്നാണ്. ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ ഇടത് വശത്തു കൂടി ഈ ഇടതുവശത്ത് കൂടി എത്തി ഒരു കസേരയിൽ ഇരുന്നതിന് ശേഷം സിജോ ദൃശ്യങ്ങളിൽ കാണാം. ഒപ്പം തന്നെ ദിവ്യ ഉണ്ണിയുടെ സുഹൃത്തുകൂടിയായ പൂർണ്ണിമയും ദൃശ്യങ്ങൾ കാണാം. ഇവർ ഈ വേദിയിലേക്ക് വരുന്നു. തുടർന്ന് ഉമാ തോമസ് MLA അവിടെ നിന്ന് മാറി മറ്റൊരിടത്തേക്ക്, അതായത് വേദിയുടെ ഇടത്തെ വശത്തേക്ക് നീങ്ങുന്നതാണ് ആദ്യമായി ദൃശ്യങ്ങളിൽ വരുന്നത്. ഇനി ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്, ഇവിടെ ഉമാ തോമസ് MLA ഒരാൾ നിൽക്കുന്നത് കാണാമെങ്കിലും കഷ്ടിച്ച് നിൽക്കുന്നു എന്ന് പറയാം. ഒരുപക്ഷെ ഒരു 1-2 അടി പോലും കഷ്ടിച്ച് എടുത്തു വെക്കാൻ ഈ വേദിക്ക് മുന്നിൽ ഒരു സ്പേസ് ഉണ്ടായിരുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനം. ഈ വേദിക്ക് മുന്നിൽ കാണുമ്പം ഇപ്പൊ ഇടതുവശത്ത് കൂടെ വരുന്ന ഒരാൾക്ക് താഴെ 11 അടി താഴ്ചയിലുള്ള ഒരു ഗർത്തം, അങ്ങനെ തന്നെ വേണമെങ്കിൽ പറയാം, അതുണ്ടെന്ന് ഒരു തരത്തിലും അറിയാൻ കഴിയില്ല. ഒരിക്കലുമില്ല. അത് തന്നെയാണ്. അതായത് ഈ ഗർത്തത്തിലേക്ക് ഒരുപക്ഷെ കൃത്യമായി പറഞ്ഞാൽ 12 മീറ്ററോളം അല്ലെങ്കിൽ 12 അടിയിലേക്ക് വരുന്ന അത്രയും വലിയൊരു താഴ്ച ഇതിനകത്തേക്ക് ഉണ്ട് എന്ന് ഇവിടെ നിൽക്കുന്ന ഒരിക്കലും മനസ്സിലാക്കാൻ കഴിയില്ല. അങ്ങനെയെങ്കിൽ അതിന് സുരക്ഷ ഒരുക്കണം എന്നതായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മുടെ നിബന്ധനകൾ പ്രകാരം, നിയമങ്ങൾ പ്രകാരം അതിന് കൃത്യമായി സുരക്ഷ ഒരുക്കാനുള്ള വകുപ്പുകളുമുണ്ട്. പക്ഷേ ഇവിടെ സംഭവിച്ചത് എന്തെന്ന് വെച്ചാൽ, ഈ നമ്മൾ നേരത്തെ ലൈവിലും വിശകലനം ചെയ്താണ്, ഇവിടെ ഈ ക്യൂ മാനേജർ സിസ്റ്റം, ഈ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെയുള്ള ക്യൂ മാനേജർ സിസ്റ്റം, കേവലം ഒരു റിബൺ കൊണ്ടുവച്ചിട്ടുള്ള ക്യൂ മാനേജർ സിസ്റ്റമാണ് ഈ വേദിയുടെ തൊട്ട് മുന്നിലായി വെച്ചത്. അത് കഴിഞ്ഞ് ഏതാണ്ട് കഷ്ടിച്ച് ഒരുപക്ഷെ ഒരാൾക്ക് ഒരു പാതിയോളം നിൽക്കാൻ മാത്രമുള്ള സ്പേസ് ആണ് വന്നത്. ഇനി എന്താണ് ഇവിടെ സംഭവിച്ചതെന്ന് ആ ദൃശ്യങ്ങൾ ഒന്നുകൂടെ കണ്ടതിന് ശേഷം നമുക്ക് നോക്കാം. ഉമാ തോമസ് ഇടതുവശത്തൂടെ പ്രവേശിച്ചു. തുടർന്ന് അവിടെ ഇരുന്നു. ഇവിടെ ഈ പോയിന്റ് വെച്ച് ഏതാണ്ട് കമ്മീഷണർ ഇരിക്കുന്നതിന് തൊട്ട് മുന്നിൽ വെച്ച്, ഒരുപക്ഷെ കമ്മീഷണറുടെ കൺമുന്നിൽ വെച്ചാണ് ഉമാ തോമസ് താഴേക്ക് പതിക്കുന്നത്. ഇനി ഇതാ ഒന്നുകൂടെ ആ ദൃശ്യങ്ങൾ കാണാം. കമ്മീഷണർ ഇരിക്കുന്നതിന്റെയും ഒരുപക്ഷെ കുറച്ചപ്പുറത്തായി 1-2 സീറ്റ് അപ്പുറത്തായാണ് മന്ത്രി ഇരിക്കുന്നത്. ആ സ്ഥലത്തേക്കാണ് ഉമാ തോമസ് പോകുന്നത്. കമ്മീഷണറുടെ സീറ്റിന്റെ തൊട്ട് മുന്നിലെത്തിയപ്പോഴാണ് അവർ താഴേക്ക് പതിക്കുന്നത്. നേരത്തെ റീം സൂചിപ്പിച്ചിരുന്നു, ഈ വേദിയുടെ ഇവിടെ താഴെ വിരിച്ചിരിക്കുന്ന ഒരു മാറ്റാണ്. ഒരുപക്ഷെ ഈ നമ്മൾ സ്ഥിരം ഇതുപോലുള്ള ചടങ്ങുകളിലൊക്കെ വേദിയിലൊക്കെ വിരിക്കാറുള്ള ടൈപ്പുള്ള മാറ്റാണ് ഇവിടെ വിരിച്ചിരിക്കുന്നത്. ഒപ്പം ഈ വേദി ഇവിടെ വ്യക്തമാവുന്നത് യഥാർത്ഥ ഹൈറ്റ്, അതായത് ഈ സ്റ്റേഡിയത്തിന്റെ യഥാർത്ഥ ഹൈറ്റിൽ നിന്ന് ഒരു 2 മീറ്റർ ഉയരത്തിലാണ് കെട്ടിയിരിക്കുന്നത്. അത് ഏതാണ്ട് ഈ പലകകൾ വെച്ച്, ഒരുപക്ഷെ ഈ സ്ഥിരം വേദികളൊക്കെ നിർമ്മിക്കുന്ന പലകകൾ വെച്ച് ഒരു കൃത്രിമമായി ഒരു സ്റ്റേജ് ഉണ്ടാക്കിയിരിക്കുന്നു. ആ കൃത്രിമമായ സ്റ്റേജിൽ നേരത്തെ റീം സൂചിപ്പിച്ചിരുന്നു, ഒരുപക്ഷെ 2 അടുക്കുകൾ, ഒരുപക്ഷെ 2 പലകകൾ അടുത്തടുത്ത് വെക്കുമ്പോൾ ഉണ്ടാകുന്ന ഗ്യാപ്പ് ഉണ്ടാവാം. ആ ഗ്യാപ്പും ഒപ്പം തന്നെ ഈ മാറ്റും കൂടെ വന്നപ്പോൾ ഒരുപക്ഷെ ഉമാ തോമസ് അവിടെ സ്ലിപ്പാവുന്നു. അത് ഒരു ഹാൻഡ് സപ്പോർട്ടിന് വേണ്ടി, അല്ലെങ്കിൽ ആ സ്ലിപ്പാവുന്ന ഘട്ടത്തിൽ പിടിക്കാൻ വേണ്ടി ആ ബാരിക്കേഡ് എന്ന് ഉദ്ദേശിച്ചത് ക്യൂ മാനേജർ അഥവാ താൽക്കാലികമായി ഉണ്ടാക്കിയ ആ ബാരിക്കേഡിലേക്ക് പിടിക്കുന്നു. അങ്ങനെ താഴേക്ക് പതിക്കുന്നു. ഇവിടെ കൃത്യമായി വ്യക്തമാവുന്നത് അവിടെ ഒരു സുരക്ഷിതമായ ബാരിക്കേഡ് സംവിധാനം ഉണ്ടായിരുന്നുണ്ടെങ്കിൽ, ഒരുപക്ഷെ നിയമങ്ങൾ നിഷ്കർഷിക്കുന്ന കൃത്യമായി 1.2 അടി ഉയരത്തിലുള്ള ഗ്രിൽ ബാരിക്കേഡ് അഥവാ ഇരുമ്പ് കൊണ്ടുണ്ടാക്കിയ ബാരിക്കേഡ് ഉണ്ടായിരുന്നുവെങ്കിൽ ഈ അപകടം ഒരിക്കലും സംഭവിക്കില്ലായിരുന്നു എന്നതാണ് ഒരു വ്യക്തമാവുന്ന മറ്റൊരു കാര്യം. ഇവിടെ ഒരു അനാസ്ഥ കൂടെ എടുത്തു പറയേണ്ടത്, കൃത്യമായി ഈ ദൃശ്യങ്ങൾ, അതായത് ഈ പോയിന്റിൽ ഇവിടുന്ന് താഴേക്ക് പതിക്കുന്ന ഇത്രയും വരുന്ന, അതായത് 12 മീറ്റർ വരുന്ന അത്രയും ദൂരം അല്ലെങ്കിൽ അത്രയും ആഴമുണ്ട് എന്നിരിക്കെ എന്തുകൊണ്ട് ഇത്തരത്തിൽ 2 അടിയിലേക്ക് ഉയർത്തി വേദി കെട്ടി എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യം. ഒരുപക്ഷെ ആ ഗ്രൗണ്ട് ലെവലിൽ തന്നെ ഈ യഥാർത്ഥ ബർത്തിന്റെ ഗ്രൗണ്ട് ലെവലിൽ തന്നെ സീറ്റുകൾ ഇട്ട് അവിടെ വേദി വെച്ചിരുന്നുണ്ടെങ്കിൽ ഈ അപകടം ഒഴിവാക്കാമായിരുന്നു. അത് മറികടന്നുകൊണ്ടാണ് ഇപ്പോൾ യഥാർത്ഥ നിരപ്പിൽ നിന്ന് 2 അടി ഉയരത്തിലേക്ക് കൃത്രിമമായി ഉണ്ടാക്കിയ വേദി കെട്ടി അവിടെ ഒരു സുരക്ഷാ സംവിധാനവും ഇല്ലാതെ ഇത്തരത്തിൽ നിസ്സാരമായി, ഒരുപക്ഷെ ഈ ക്യൂ മാനേജർ സിസ്റ്റം നമ്മൾ കണ്ടിട്ടുണ്ടാവും റെയിൽവേ സ്റ്റേഷനിലോ അല്ലെങ്കിൽ എയർപോർട്ടിലോ ഒക്കെ, ഒരു സമതലത്തിൽ അല്ലെങ്കിൽ പരന്ന സ്ഥലത്ത് ആളുകൾ ഇങ്ങനെ ക്യൂ ആയി നിൽക്കുമ്പോൾ ആ വരികൾ തമ്മിൽ ഒരു ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ക്യൂ മാനേജർ സംവിധാനം നമ്മൾ പൊതുവെ കാണാറുള്ളത്.
അത് ഒരു ഇപ്പൊ ഈ കാണുന്ന നീല റിബണിനിടയിലുള്ള ഇരുമ്പ് വടികൾ അത് നിലത്ത് ഉറപ്പിച്ച് വെച്ചിരിക്കുകയൊന്നുമല്ല, ജസ്റ്റ് അവിടെ വെച്ചത് മാത്രമല്ല. വേണമെങ്കിൽ കാറ്റിൽ പോലും വേണമെങ്കിൽ പറന്നു പോകാവുന്ന തരത്തിലാണ്. ഇപ്പൊ ഈ ഒരു അപകടം നടന്നു കഴിഞ്ഞു. ആ 2 നിരയിലാണ് ഈ ദൃശ്യങ്ങളിൽ നമ്മൾ കസേര കാണുന്നത്. അത് കഴിഞ്ഞ് ആദ്യത്തെ നിരയിലെ കസേര എടുത്തു മാറ്റുന്നുണ്ട്. അപ്പോൾ അങ്ങനെയും ചെയ്യാൻ കഴിയുമായിരുന്നു എന്നുള്ള കാര്യമുണ്ട്. അത്രയെങ്കിലും സുരക്ഷ അവർക്ക് ഉറപ്പാക്കാമേ. കാരണം ഇത് കാലെടുത്ത് വെച്ചാൽ തന്നെ ഇത്രയും അടി താഴ്ചയിലേക്കാണ് വീഴുന്നത്. അപ്പോൾ വലിയൊരു പാഠമാണ്. സുരക്ഷാ വീഴ്ചകളൊക്കെ എത്രത്തോളം ഗുരുതരമാണ് എന്നുള്ളത് കൂടി നമുക്ക് ഇത് പറഞ്ഞു തരികയാണ്.